ഇതൊന്നും ജഗ്ഗുവിന് ഇതൊന്നും പ്രശ്നമില്ല. ജഗ്ഗു ഇതൊക്കെ പണ്ടേ നമ്മുടെ കൂടെ ഒക്കെ ചെയ്യാറുള്ളതാ. ജഗ്ഗുവിനെ വിളിച്ച് അവൻ മുങ്ങി. ഷാഹിദ് കപൂറിന്റെ അമ്മാരെന്നറിയും ശേഖരിച്ചിരിക്കുന്ന ഒരു സ്വഭാവത്തിന് എന്ന് പറയുന്നത്. 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് കാക്ക ചുണ്ടി കരിഞ്ചുണ്ടി കള്ള കർക്കട മാസം വരുന്നത് അറിഞ്ഞില്ലടി. പക്ഷെ അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനം കൂറാമുട്ടുമ്പോ കക്കൂസന്നെ ഇരിക്കുന്ന. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു കേട്ടോ. മഴക്കാരുണ്ട് കാലത്ത് തന്നെ. ഇന്നലെ നമ്മുടെ അരുങ്കോക്കും ഇവരൊക്കെ ഈ റംബുട്ടാൻ്റെ വലയിടാൻ വന്നപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മുരിങ്ങിണ്ടായിരുന്നു കേട്ടോ. അത് ചെരിഞ്ഞ അവനെ കൊണ്ട് 2-3 ചക്ക ഇടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ചക്കിടാനായിട്ട് മറ്റേ ഈ ദേവേട്ടലിയിലൊപ്പം ദേവേട്ടന്റെ വീട് പണിയാണ്. ആളുണ്ടെങ്കിലല്ലേ ഈ ഇതിന്റെ ചോറിയാൻ പുഴുണ്ട്. ഒരെണ്ണം 2 ചൊറിയൻ പുഴല്ല, ഇതിന്റെ ഇല തിന്നണ പൂവ് തിന്നണ പുഴു. അത് ചൊറിയാൻ പുഴുവാ. അല്ല അതെ, അതിന് തൊട്ടുനോക്ക പറയാം. അതിന് ഓൾറെഡി ചൊറിച്ചിലുള്ള ആളായതുകൊണ്ട് ചൊറിയാൻ പുഴുവിന്റെ ചൊറിച്ചില് മനസ്സിലാവില്ല. ഇത് നിറച്ചിട്ടുണ്ട്. ഉണ്ണിയെ ഹിറ്റ് എടുത്തിട്ട് വന്നാടാ. അപ്പോഴേ നമ്മുടെ ഇവിടുത്തെ മുരിങ്ങിണ്ടായിരുന്നല്ലോ, അവൻ ഇതിങ്ങനെ ചെരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനെ മുറിച്ചു. അല്ലെങ്കിൽ അവൻ ഇതുമണിക്ക് വീണിട്ട് നാശനഷ്ടങ്ങളുണ്ടായേനെ. അപ്പോൾ നമ്മുടെ അരുങ്കോക്കും ഇതേ പീസുകളാക്കി. അപ്പോൾ ഞാനത് ഇവിടെ വെടുപ്പാക്കൽ കുറച്ച് കർമ്മങ്ങളുണ്ട് ഇവിടെ. ഇന്ന് കാലത്ത് എൻ്റെ ക്ലീനിങ് പരിപാടിയാണ്. അയ്യോ, നീ പറഞ്ഞപ്പോൾ ചൊറിയുമ്പോഴും ഇത്ര അപകടകാരിയെന്ന് മനസ്സിലായത്. ചേട്ടനല്ല പറഞ്ഞ ചൊറിയുമ്പോഴില്ല. അല്ല, അത് അപകടകാരി തന്നെ. അതെ, ഈ ചെടി ഉണ്ടല്ലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ചെടി വീട്ടിൽ വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. ഇത് സനീഷ് അന്നിവിടെ ഗാർഡനിങ് ഇത് ചെയ്തപ്പോൾ അവൻ വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. കാര്യമൊക്കെ ശരിയാണ്. നല്ല ഭംഗിയിൽ മഞ്ഞപ്പൂ എപ്പോഴും ഉണ്ടാവും. 365 ദിവസം നിറച്ച് പൂ ഉണ്ടാവും കേട്ടോ. പക്ഷെ പ്രശ്നം എന്താ പറയുന്നത്, ഈ പുഴുക്കൾ ചൊറിയാൻ പുഴു, ഈ ടൈപ്പ് പുഴുവിന് ഇങ്ങോട്ട് വാ കാണിച്ചു തരാം. ഈ ടൈപ്പ് പുഴുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഇലയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതുമേ ചില സമയത്തോട് പുഴു നിറയും. അറിഞ്ഞേനില്ല. ഈ പുഴുവിന്റെ ഷവർമയാണ് ഇല. നമ്മളിത് അറിഞ്ഞേനില്ല, ശ്രദ്ധിച്ചേനില്ല കേട്ടാ. ഇതെങ്ങനെ അറിയാമെന്നറിയോ? നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, സോജ ചേച്ചി. ആ ചേട്ടൻ്റെ പേരെന്തിട്ടാ? നമ്മുടെ കരിമിക്കര സ്ഥലത്തിന്റെ അവരിങ്ങോട്ട് വന്നിട്ട് നമ്മുടെ സിദ്ധാർത്ഥനല്ല, സജീവൻ ചേട്ടൻ തന്നെ. ആ ചേട്ടനും സജീവൻ ചേട്ടന്റെ ഭാര്യയാണ് സോജ ചേച്ചി. നമ്മുടെ ഭയങ്കര ഫാൻ, എന്നെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. ആ ചേച്ചി കൂടി ഇവിടെ ഒരു ദിവസം ആണ് ചേച്ചി പെട്ടെന്ന് തന്നെ ഇതിന്റെ ഇലകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറേ ഇലകൾ ഇങ്ങനെ ഇല്ലാണ്ട് നിൽക്കണ കണ്ടപ്പോഴേ പുഴു തിന്നിട്ട പോലെ കണ്ടപ്പോൾ ഇതുമേ ചൊറിയാൻ പുഴു ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചു തന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതുമേ നിറച്ച് പുഴു വരും, കൊണ്ട് ഹിറ്റടിക്കാൻ പറഞ്ഞിട്ട് അന്ന് ഹിറ്റടിച്ചു. അന്ന് കുഞ്ഞു പുഴുക്കൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ചേച്ചി അപ്പോഴേക്കും അത് കണ്ടുപിടിച്ചു. അതിനുശേഷം ഞാൻ ഇതിൽ കൂടെ പോകുമ്പോഴൊക്കെ ഇതുമൊന്ന് പരിശോധിച്ചിട്ടാണ് ഇതിൽ കൂടെ എപ്പോഴും നടന്നു പോവുക. അപ്പോൾ അത് കാരണം പുഴു വരുമ്പോഴത്തേക്കും കാണാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പുഴുവുണ്ട്. കിട്ടിയില്ലേ? ഹിറ്റ് എവിടെയാ? അതിൻ്റെ ഉള്ളിൽ ആളന്മാരുടെ ഉള്ളിൽ പുറത്താളന്മാരുടെ ഉള്ളിൽ ഞാൻ മദ്യം ഒളിപ്പിച്ച് വെച്ചോണ്ടില്ലേ? അതിലില്ലേ? മദ്യം ഒളിപ്പിച്ച് വെച്ചോണ്ട് അതിൻ്റെ ഉള്ളിൽ ഇല്ലാന്ന് ഇല്ലേ? അരിയുടെ വെള്ളം തള ചോറ് വെച്ചിട്ട് ഇവിടെ വാ. നമുക്ക് ഇപ്പോൾ മഴ പെയ്തായിരുന്നേ വിറകുകൾക്കൊക്കെ കത്താനായിട്ടൊരു മടിയാണ്. കൂടിയില്ല ഇവിടെ കത്തുന്നുണ്ട്, കുഴപ്പമില്ല. ഇന്നലെ വൈകുന്നേരം ചെറുതായിട്ട് മഴ കിട്ടിയാ? യെസ്, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവൻ നോക്കാത്തന്നെ എൻ്റെ കുറ്റല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ആളന്മാരി നല്ല പരിചയമാണ്. ചേട്ടനാരും കുറ്റം പറഞ്ഞില്ല, എനിക്കറിയാതെ അവിടെ ഇരിക്കണ്ടെന്ന്. അതെ, തോന്നി പോലെ അടിക്കരുത്. ആ പുഴുവിനെ മാത്രം അടിച്ചാൽ മതി. ആരാ തോന്നി പോലെ അടിക്കണ്? ഇതിന് മുഴുവൻ അടിച്ചിട്ട് അത് കളയണ്ടെന്ന്. അത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു കുഞ്ഞൊരു അടി അടിച്ചാൽ മതി. എനിക്കറിഞ്ഞൂടാ, ഞാൻ അടിക്കണതല്ലേ. ജഗോ, ഇത് മറ്റേ ചൊറിയുമ്പോഴല്ല, മറ്റേ നമ്മുടെ സാധനമില്ലേ ജമ്പ്, പുളിയുറുമ്പ് പോവാൻ ജമ്പ്, ആ സാധനം വേണമെങ്കിൽ ഇതിന് നല്ലതായിരിക്കും തോന്നുന്നുണ്ട് ചൊറിയാൻ പുഴുവിന്. അത് കലക്കി വെച്ച് കഴിഞ്ഞാലേ ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ജൈവം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പോവില്ല. പുകയില കഷായം അങ്ങനത്തെ സാധനം അടിച്ചു കഴിഞ്ഞാൽ പോവില്ല. ഭയങ്കര കരുത്തവർക്ക് ഈ പുഴുക്കൾക്ക്. അതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല, കാരണം അത് അടിച്ചു നോക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഇത് ചെയ്ത് നോക്കിയറി. മറ്റേ സാധനം എന്താ പറയുക, മറ്റേ സാധനത്തിൻ്റെ പേര് ആ മണ്ണുത്തിന്ന് വാങ്ങിച്ചിട്ടുള്ള
അല്ല ഇതൊക്കെ എവിടെ കൊണ്ടിടാൻ പോണേ? ഇത് അപ്പുറത്ത് റോഡിൽ തെങ്ങ് തടി വെച്ചോടത്ത്. ഇതല്ലെങ്കിൽ ഇത് ഒരു സ്ഥലത്തും ചെയ്യാൻ പറ്റും. ഇത് കത്തില്ല ഈ സാധനം വിറക്. തന്നെ പൊകഞ്ഞിരിക്കുള്ളൂ. ജഗ്ഗു ആ നാളികേരം മറ്റേ മുരു ഇട്ടുണ്ട്, അതൊക്കെ ചാക്കിലാക്കിയിട്ട് മോളിൽ കൊണ്ടു നോക്കി. ജഗ്ഗുവിനുള്ള പണി അതിന്. നമുക്കിത് കൊണ്ടുപോവാം. സരിത ഹിറ്റടിക്കിട്ട്. ജഗ്ഗുവിൻ്റെ റിസൾട്ട് നാളെ വരും. ഈ വീഡിയോ നാളെ ഇടണേ വെച്ചെങ്കിൽ നാളെ തന്നെ വരും. അതായത് ആ നാളികേരം അത് മുഴുവൻ ചാക്ക് തവിടിൻ്റെ ചാക്ക് ഇതിൻ്റെ മുകളിലുണ്ട്. ഈ ടെറസിൻ്റെ മുകളിൽ ഈ കയറിനടുത്തുണ്ട്. കാണുമ്പോൾ വിചാരിച്ചു നമ്മൾ വളരെ ചെറുതാണെന്ന് വിചാരിച്ചു. ഇത് ഈ മുരിങ്ങ മുറിച്ചപ്പോഴാണ് 100 കണക്കിന് കഷ്ണങ്ങളാ. ഇതുമ്പോൾ ഒരു കുരുമുളക് ഉണ്ടായിരുന്നില്ല, ഉണങ്ങിയതാ കുരുമുളക് കണ്ട. ആ ഉണങ്ങിയ തണ്ടുകളാണത്. ഇനി വേറെ കുരുമുളകിൻ്റെ തൈ നടണം. അയ്യോ, നാളെ ഒരു കമന്റ് ഉണ്ടായിരുന്നല്ലോ, 4 നാളികേരം അങ്ങോട്ട് 4-5 നാളികേരം കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലാണല്ലേന്ന്. അതെ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, അത് നകത്തി ഇത് തരാം. പാമ്പുകൾക്കൊക്കെ ഇപ്പൊ വീരപരിവേഷ അല്ലേ? ഭയങ്കര എന്താ പറയാ, വൈറല പാമ്പുകള്. പാമ്പിന്റെ വീഡിയോകളുള്ളോ, റീൽസ് ആയാലും. നമ്മുടെ എല്ലാ ദിവസം കാലത്ത് എന്തോരം വരെ പൊക്കാൻ പറ്റും? ഇത് നോക്കിയ പൊങ്ങുന്ന്. അല്ല പൊക്കിട്ട് ഇങ്ങനെ ഇതൊന്നും ബാലവേലയില്ലാട്ടാ, ഇതൊക്കെ വീട്ടിലത്തെ പണികൾ ചെയ്യുന്നതാണ്. ഇതൊന്നും ജഗ്ഗുവിന് ഇതൊന്നും പ്രശ്നമില്ല. ജഗ്ഗു ഇതൊക്കെ പണ്ടേ നമ്മുടെ കൂടെ ഒക്കെ ചെയ്യാറുള്ളതാ. ചെയ്തോളും. പിന്നെ കണ്ടറിഞ്ഞ് വന്നിട്ട് ഇപ്പൊ ഇവിടെ നാളികേരം ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവനായിട്ട് തന്നെ വന്നിട്ട് ഇത് മൂളയെ കൊണ്ടിടട്ടേന്ന് ചോദിച്ചു ചെയ്യേ. അങ്ങനത്തെ ഒന്നും ചെയ്യില്ല കേട്ടാ. അതൊന്നും നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അയ്യോ ജഗ്ഗുമോൻ എന്തൊരു നല്ല തങ്കക്കട്ടി എന്നൊന്നും വിചാരിക്കരുത്. പറയണം, പറഞ്ഞാൽ ചെയ്യും. പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്നൊന്നും പറയില്ല. എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ മെക്കിട്ട് കയറാ. ഇപ്പം ഇന്നലെ ഒരു സബ്സ്ക്രൈബർ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം അതാ, ജഗ്ഗു ഇങ്ങനെ റേസ് ആവോ നിങ്ങളുടെ അടുത്ത്? ഇതേ പ്രായത്തിലുള്ള മോനുണ്ട്, അവൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് തട്ടിക്കയറാ. ഫോണിൽ കളിക്കുക, അല്ലെങ്കിൽ ഫോണിൽ കാണുമ്പോൾ അത് മേടിച്ചിരിക്കാനങ്ങനെ നോക്കി കഴിഞ്ഞാൽ അച്ഛനമ്മേനൊക്കെ ചീത്ത പറയാ, അങ്ങനെയൊക്കെ ഭയങ്കര ദേഷ്യപ്പെടാം. അപ്പോൾ ജഗ്ഗു അങ്ങനെയാണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജഗ്ഗു അങ്ങനെയല്ല, അതങ്ങനെയല്ല. അപ്പം അതൊരു ഭയങ്കര ഭാഗ്യം. ഇതുവരെ അങ്ങനെയല്ല, ഇനി ഇങ്ങനെയാവും അറിയില്ല. ഇതുവരെ നമ്മളോട് ദേഷ്യപ്പെടുക, നമ്മൾ ചീത്ത പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ചിരിക്കുള്ളൂ. അല്ലാണ്ട് നമ്മുടെ മെക്കിട്ട് കയറാനും ദേഷ്യപ്പെടാനും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല ചെയ്യാൻ, അങ്ങനെ പറയോ, അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ അവിടെ കുറെ നേരം കാത്തിക്കട എൻ്റെ ഒരു കാര്യം പറയാനായിട്ട്. പറയീ. ചേട്ടാ അങ്ങനെയായിരുന്നു അല്ലേ? ചേട്ടാ അങ്ങനെയായിരുന്നോ? എന്തൊരു ദേഷ്യപ്പെടുന്നു അമ്മോട് അച്ഛനോട്? നമ്മളെല്ലാ പണികളും ചെയ്യും. അതെ, ഇവിടെ ഇല്ലേ, ഇവിടെ കാലത്ത് ചെയ്യുന്ന ഒരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാലത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇങ്ങനെ നോക്കൂട്ടാ. ഇതെന്തിനാ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വെറുതെ നോക്കണത് ഇതിൻ്റെ ഉള്ളിൽ വല്ല പ്രാണികളൊക്കെ ചത്ത് കിടക്കാം. നമ്മുടെ സ്വിമ്മിംഗ് പൂള് ഉള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിൽ പ്രാണികൾ, പഴുതാര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചത്ത് കിടക്കാം. അപ്പോൾ അത് കാലത്തേക്ക് നോക്കും. ഇതിന് തല നോക്കിയോളൂ. കാലത്തുള്ള പണിയാണ് കേട്ടോ, എൻ്റെ ഒരു ദിവസമുള്ള ഒരു പണിയാണ്. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ പരിപാലിക്കേണ്ട വിധം എനിക്ക് മനസ്സിലായി. ഈ കരടുകളൊക്കെ തന്നെ, കരടുകൾ വീഴും കേട്ടോ, മുകളിൽ നിന്ന് കരടുകൾ വീഴും. ആ കരടുകളൊക്കെ നമ്മൾ, ഇപ്പോൾ കരടുകൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ ഒരു കരടുണ്ട് അവിടെ, അത് തെങ്ങിൻ്റെ, നമ്മുടെ അപ്പുറത്തപ്പുറത്ത് തെങ്ങുണ്ടല്ലോ, അതിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാറ്റത്ത് ഇങ്ങനെ തൂളി വരുന്നതാണ് ഈ സാധനം, കരടുകൾ. ഇപ്പോൾ ഒരു കരട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കളഞ്ഞിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നൊരു പണിയാണ് കേട്ടത്. ഇനിയിപ്പോൾ ഇതുപോലത്തെ സ്വിമ്മിംഗ് പൂൾ ആരെങ്കിലും പണി ഉണ്ടെങ്കിൽ പരിപാലിക്കാനായിട്ട് ഇനി ഇങ്ങോട്ട് വന്നാൽ ഇതിന് ബാക്ക് വാഷ് ചെയ്യും എല്ലാ ദിവസവും. അപ്പോൾ ബാക്ക് വാഷിംഗ് ഒന്നും ചെയ്യില്ല എല്ലാ ദിവസവും അല്ല. ആര് ചെയ്യണു ബാക്ക് വാഷിംഗ് എല്ലാ ദിവസവും? നീ കണ്ടതിന് ബാക്ക് വാഷിംഗ് അല്ലേ, ഫിൽറ്ററിംഗ് അല്ലേ? ഫിൽറ്ററിങ്, ബാക്ക് വാഷ് അല്ല, ഫിൽറ്ററിങ്. എന്നിട്ട് ഇതിങ്ങനെ ഞാൻ ബാക്ക് വാഷ് എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ തന്നെയാ പറഞ്ഞേ. ഫിൽറ്ററിങ് നടത്തും. ഇങ്ങനെ ആ വെള്ളം ഇതിലേ വന്നിട്ട് വെള്ളത്തിനെ ചലിപ്പിക്കും ഒരു 15 മിനിറ്റ് വരെ. ഇത് നമ്മുടെ ശീലാണ്. എന്നിട്ട് ഇത് അടച്ചത്. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. ചേട്ടേ, ആ മാങ്ങ പൊട്ടി വീണ് എടുക്കുന്നുണ്ട് കവറിൽ പഴുത്തിട്ട്.
ആ അയ്യോ കഷ്ടായില്ലത്. കഷ്ടല്ല, അത് പഴുത്തിട്ടുണ്ടാവും. ആ ഇത് മുതൽ രണ്ടും വീണു. രണ്ടും വീണുണ്ടോ? അയ്യോ ഞാൻ ഒരെണ്ണം വീണക്കണം. അല്ല ഇത് എന്തുട്ടാന്നറിയോ ഇങ്ങനെ കെട്ടി വെച്ച. അല്ല അത് പഴുത്തപ്പോ വീണതായിരിക്കും. കവറിൽ ആരും കവറിൽ വീണിടുന്നല്ലേ, നിലത്ത് വീണിടുന്ന. അല്ല അത് മുഴുവൻ പഴുത്തിട്ടില്ല. നോക്കിയേ കണ്ടത് മുഴുവൻ പഴുത്തിട്ടില്ല. കേട് വരാൻ കടാ ശരിക്കും പഴുക്കണത് ഫുള്ള് പഴുത്താലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടാ ഇങ്ങനത്തെ മാമ്പഴം ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? നാളെ ഒരെണ്ണം വീണത് മുറിച്ചിട്ട് ഒരു ടേസ്റ്റും ഇല്ല. അത് പഴുത്തിട്ടില്ല ശരിക്കും. ഇത് നല്ല ദീ കളറില്ലേ, ദീ കളറ് ഫുള്ളാവണം എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് തന്നെ. അപ്പം ഇത് ഇങ്ങനെ ഉറയിൽ തന്നെ വെച്ചാൽ മതി. ചെയ്യോ അപ്പോ? ചെയ്യുന്നില്ല. ഇതങ്ങനെ എടുത്ത് മാറ്റി വെച്ചാൽ മതി, പാത്രത്തിൽ വെച്ചാൽ മതി. സരിത ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനാ. കാര്യം പറയാന്ന് പറഞ്ഞില്ലേ, ഷാഹിദ് കപൂറില്ലേ, ഷാഹിദ് കപൂർ ഹിന്ദിയിലത്തെ സിനിമ ആടാൻ ഈ മനസ്സിലായി, കരീന കപൂറിന്റെ ആ ഷാഹിദ് കപൂറിന്റെ അമ്മ ആരാന്നറിയോ? നീ വായിച്ചിട്ടുണ്ടാ പേപ്പറിലാണ്? വില ആരാന്നറിയോ? ഞാനൊരു ക്ലൂ തരാം, നിനക്ക് പറയാൻ പറ്റും. അതായത് ചെടിമ കൂടെ തൊട്ട് നടന്നു പോകുമ്പോ സൂക്ഷിച്ചോളൂട്ടോ, പുഴു ചിലപ്പോ വീണുണ്ടാവില്ല നിലത്ത്. ആ നടി ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹിന്ദിക്കാരിയാണ്. ഇനി ഒരു ക്ലൂ കൂടി തരാം. മോഹൻലാലിന്റെ നായികയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇനി വല്ല ക്ലൂ വേണം? മോഹൻലാലിന്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളതെന്ന് പറയും. ആലോചിക്കണം. ഷാഹിദ് കപൂറിന്റെ അമ്മ എന്ന് പറഞ്ഞ ഷാഹിദ് കപൂർ 45 വയസ്സായി. ഗാന്ധർവത്തിലെ നടിയാണോ? ഗാന്ധർവൊക്കെ 1990 ഇറങ്ങിയ പടല്ലേ? ഇത്ര വലിയ മോനാവാറായില്ലേ? 45 വയസ്സായിട്ട് ഷാഹിദ് കപൂറിന്. അത് ആലോചിക്കണം. പ്രിയദർശൻ പടാണോ? അരം കിന്നരത്തിലത്തെ നടി? പ്രിയദർശൻ പടല്ല. ഇനി ഒരു ക്ലൂ കൂടി തരാം. സത്യന്തിക്കാടിന്റെ പടമാണ്. സത്യനന്ദിക്കാടിന്റെ പടത്തിൽ ഞാനിത് ഇപ്പോഴാണ് അറിയുന്നേട്ടാ, ഇത് ഈ പെണ്ണാണ് ഷാഹിദ് കപൂറിന്റെ അമ്മ എന്നുള്ളത്. സത്യനന്ദിക്കാടിന്റെ പടത്തിൽ ഹിന്ദി നമ്മൾ ഇടയ്ക്ക് കാണുന്ന പടമാണ്. ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പടമാണ്. നല്ല നല്ല പാട്ടുകളുണ്ട് അതിൽ. നീ ഇടയ്ക്ക് ആ പാട്ട് പാടി ഒരു വട്ടം പാടിയിട്ടുണ്ടെന്നുണ്ട്. സത്യനന്ദിക്കാട് പടം കോമഡി പടമാണ്. കോമഡി ഉണ്ട്. ഏത് കൊല്ലം ഇറങ്ങിയതാന്ന്? കൊല്ലം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കിട്ടും, സുഖമായിട്ട് കിട്ടും. അല്ല 45 വയസ്സായെന്ന് പറയുമ്പോൾ അത്രയും കൊല്ലം 1980 ആ കാലഘട്ടത്തിൽ ഇറങ്ങിയതാവുമ്പോൾ മോഹൻലാലിന്റെ ഫസ്റ്റ് പടങ്ങളിൽ എനിക്ക് മനസ്സിലായി. ആ നടി നല്ല ഭംഗിയാണ്, നല്ല ഭംഗി. ആ പാട്ടുള്ള പടം അതന്നെയാ കളിയിലെ ഇപ്പൊ കാര്യം. എനിക്ക് അത്ഭുതം തോന്നി. കാരണം അത് 84 ഇറങ്ങിയ പടമാണ്. മടത്തൂടി ഇറങ്ങിയില്ല, 84 ഇറങ്ങിയ പടമാണ്. ആ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഷാഹിദ് കപൂറിന് 4 വയസ്സുണ്ട്. 1979 ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. നീലിമ അതിനെ കണ്ട ഒരു 15-16 വയസ്സ് പ്രായം തോന്നിക്കല്ലോ. കഴിഞ്ഞ പെണ്ണാന്നേ തോന്നില്ല അല്ലേ? എത്ര വണ്ണം കുറഞ്ഞിലിഞ്ഞ് വെളുത്ത്, ഭയങ്കര വെളുത്ത്. അഭിനയം വലിയ കാര്യമില്ല എന്റെ, പക്ഷെ അത് നല്ല ഭംഗിയാണ്. അത് മോഹൻലാലിനേക്കാൾ മൂത്തതായ സിനിമയില്, ആ സിനിമയില് അത് 1900 അല്ല 67 വയസ്സ് അങ്ങടായി. മോഹൻലാലിന് 66 വയസ്സിലായിട്ടല്ലോ. എനിക്ക് അത്ഭുതം തോന്നി. ഷാഹിദ് കപൂറിന്റെ അമ്മ. ആ അരിയിൽ വെള്ളം തിളച്ചിട്ടുണ്ടോ നോക്കിയേ. പിന്നെ അരി ഇട്ടതല്ലേ? അല്ല അരിയിൽ വെള്ളം തിളച്ച, അരി തിളച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ വെള്ളം വയ്ക്കണം. നമ്മളേ കുറേ അവിടെ നിന്ന് മറ്റേ സാധനങ്ങളൊക്കെ മുറിച്ച് പോകണമെന്നില്ലേ, ഏത് ഈ ബോഗൻവില്ലയൊക്കെ മുറിച്ച് പോകണമെന്നില്ലേ, അതൊക്കെ ഞാൻ കൃത്യമായ അകലത്തിൽ ഇത് നട്ടുണ്ട് കേട്ടാ. ഇത് പൊടിക്കുമോയെന്ന് അറിയില്ല. പൊടിച്ചില്ലെങ്കിൽ കേട്ടാ ഇങ്ങനെ ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ ക്രമമായിട്ട് നട്ടിട്ട് ഇവിടെ ഫുള്ള് ബോഗൻവില്ലയാക്കാനുള്ള പരിപാടിയാണ്. വിജയിച്ചു ഇല്ല സരിത അല്ല? പക്ഷെ ഇത്ര അടുത്തടുത്ത് വരണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇത് അല്ല അത് ഇങ്ങനെ ഇവിടെ തന്നെ ഇതാവില്ല. ഇവിടെ വരെ വന്നിട്ട് ഇതുമേ ഇങ്ങനെ ഗുണ്ടായിട്ട് നിൽക്കും. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തോണ്ട്. വെട്ടി നിർത്തണം. ചാരി പൊടിക്കുമെന്ന് ആദ്യം അറിയട്ടെ. പൊടിക്കാണ്ടിരിക്കില്ലേ? ഇപ്പൊ മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. മഴക്കാലമായ പോലെ നേരം ഈ സൂര്യനുദിക്കും.
അപ്പോൾ ആ പാട്ട് പാടിക്ക് തരില്ല. രവീന്ദ്രൻ മാഷാണ് അതിന്റെ മ്യൂസിക്. ആ അതില് ജഗതി നല്ല രസാ അല്ലേ? ജഗതി ഭയങ്കര തമാശയാ. ഇവിടെ ഒരു മറ്റേ ഓസ്ട്രേലിയയിലുള്ള ഒരു പെൺകുട്ടിയില്ലേ സൗമ്യ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ സബ്സ്ക്രൈബർ, മറ്റേ ചേട്ടന് ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ പൈസ അയച്ചത് ഇബ്രാഹിം ചേട്ടന്. അത് ഇന്നലെ അതിന് ചിരിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റണില്ല. റംബുട്ടാന് വലയിടുന്ന വീഡിയോ കണ്ടിട്ടേ ഇപ്പോഴത്തെ പടങ്ങൾ കാണുമ്പോൾ ജഗതി ശ്രീകുമാറിൻ്റെ ഒക്കെ ഒരു അഭാവേ, അവരുടെയൊക്കെ കോമഡി പടങ്ങൾ കാണുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ആ നമ്മൾ എത്ര വട്ടം കണ്ടാലും വീണ്ടും ചിരിക്കില്ല, അങ്ങനത്തെ ഒരു കോമഡി ഇല്ലല്ലോ ഇപ്പോഴത്തെ പടങ്ങളിൽ. അപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നവരൊക്കെ, അവരുടെ ഒരു അഭാവം ശരിക്കും മലയാള സിനിമയിൽ ഇനി അങ്ങനെ ഒരു കാലൊന്നും ഉണ്ടാവില്ല. അതുപോലത്തെ കോമഡി ചെയ്യാൻ അറിയില്ല. അതേപോലെ ചിരിച്ചു പിന്നെയും കണ്ടിട്ട് പിള്ളേർക്ക് മലയാളം അധികം അറിയില്ല അത്ര, അവര് നോക്കുന്നത് എന്നിട്ട് അമ്മ ഇങ്ങനെ ഇരുന്ന് ചിരിക്കണേ. വീണ്ടും ആലോചിച്ചേ അവിടെയൊക്കെ നടന്ന് വീഡിയോ കാണൽ കഴിഞ്ഞു, എന്നിട്ട് അവിടെയൊക്കെ പണിയെടുത്ത് നടക്കുമ്പോൾ ഇത് ആലോചിച്ച് ചിരിക്കായിരുന്നു. അതായത് നന്നായി, നമുക്കത് കിട്ടണ ഏറ്റവും വലിയ അംഗീകാരമാണ്, ബഹുമതിയാണ്. അവരുടെയൊക്കെ റേഞ്ചിലേക്ക് നമ്മളെ താരതമ്യം ചെയ്യാന്ന് പറഞ്ഞ വലിയ കാര്യമില്ലേ? മറ്റേ ഇന്നലെ അരുൺ കോക്ക് വന്നിട്ട് ഇടുമ്പോഴും ജഗ്ഗുവിന് വീഡിയോ എടുക്കാൻ പറ്റണ്ടായിരുന്നില്ലേ ചിരിച്ചിട്ട്, ചേട്ടനെ വരന്ന് കാണിക്കുന്നുണ്ടിട്ട് വെപ്രാളം കൊണ്ടേ. അവരെ കാലഘട്ടത്തിലത്തെ തമാശകള് ഒരു കാലത്ത് എനിക്ക് കിട്ടില്ലേ? പപ്പു. ഇന്നലെ നമ്മൾ ഏത് പടാ കണ്ടേ? ഇന്നലെ ഇരുന്ന് കണ്ടിട്ട് മൂക്കില രാജ്യത്ത് സിനിമ, അതിലെ ഒരു പാട്ടുണ്ട്, ആ പാടില്ലേ, നീലവാ, അങ്ങനെ ഒരു പാട്ടുണ്ടായില്ല, അങ്ങനെ ഒരു പാട്ട് തന്നെ ഉള്ളൂ, അല്ല ഒരു പാട്ട് കൂടി ഉണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ സമയത്ത് അതിൽ ഇവർ പ്രാന്താശുപത്രി ചാടി വന്നേക്കല്ലേ, അപ്പോൾ ഒരു ജോലിക്ക് ട്രൈ ചെയ്യുക. അപ്പോൾ ജഗതിയുടെ അടുത്ത് തിലകൻ പറയണേ, എന്നെ പട്ടാളത്തിലെടുത്തത് എൻ്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടാ. ഞാനൊരു ദിവസം പട്ടാള വേഷം ഇട്ടിട്ട് അങ്ങോട്ട് നേരെ കയറി ചെന്നു, എൻ്റെ പേഴ്സണാലിറ്റി കണ്ട് അവരെന്നെ മിലിറ്ററിയിൽ ചേർത്തു. നീ അതുപോലെ പോലീസ് വേഷം ഇട്ട്, നിനക്ക് ഒടുക്കത്തെ ലുക്കല്ലേ, നീ ആ പോലീസ് വേഷം ഇട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കയറി എന്നാൽ നിന്നെ പോലീസായിട്ട് അവിടെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ജഗതീനെ ആ വേഷത്തിൽ വിട്ട് കഴിഞ്ഞിട്ട് അത് ആ പാട്ടിൻ്റെ സമയത്താണ് അത് കാണുക. പിന്നെ ആ സീൻ കാണുന്നത്, പിന്നെ ജഗതി അതിൻ്റെ ഉള്ളിൽ വേറൊരു ഭാഗമുണ്ട്. ആ സീനില് നമ്മൾ നോക്കേണ്ടത് ആരെന്ന് പറയും, സിദ്ദിഖിനെ നോക്കണ്ടേ. സിദ്ദിഖിന് ചിരിച്ചിട്ട് ആ സീനിൽ നിൽക്കാൻ പറ്റില്ല. സിദ്ദിഖ് പരമാവധി മുഖം ക്യാമറയിലേക്ക് കാണിക്കാണ്ട് ചിരിക്കുക. ഞാൻ അത് തന്നെ വീണ്ടും കുറേ വട്ടം ഇന്നലെ റിപ്പീറ്റ് അടിച്ചിട്ട് ആ ഭാഗം തന്നെ നോക്കി. അത് നമുക്ക് ചിരി വരും ആ ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ. അത്രയും രസമാണ് ജഗതിയുടെ അഭിനയവും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഹാപ്പി ആയിരിക്കാനായിട്ട് ഇങ്ങനത്തെ ആ ഒരു കാലഘട്ടത്തിൽ എറണാകുളം ചെയ്യാ. ഞാൻ ഭയങ്കര മൂഡ് ഓഫ് തോന്നുന്ന സമയങ്ങളിൽ അങ്ങനത്തെ കോമഡി സിനിമകൾ ഇരുന്ന് കാണും. അതെ, എറണാകുളം സിനിമകൾ എന്നാ പറയാ. ആ കാലഘട്ടത്തിലുള്ള ജഗദീഷ്, സിദ്ദിഖ്, മുകേഷ്, കുറെ ടീമുകളില്ലേ എറണാകുളം സിനിമകള്, കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒക്കെ നല്ല ഇപ്പൊ കണ്ടിരിക്കുന്നല്ലേ, ചിരിച്ചിരിച്ച് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിള്ളേർക്കൊന്നും ഇപ്പോഴുള്ള തമാശകളൊക്കെ നമ്മൾ കണ്ടില്ല. ഓരോ സിനിമകളുണ്ട്, വാഴ, കീഴ, അതിലൊക്കെ വല്ല തമാശകൾ നമുക്ക് ഓർമ്മയില്ല. തമാശകളില്ല, അല്ലെങ്കിൽ സീരീസ് അല്ലേ. അയ്യോ സരിത ഗേറ്റും തുറന്നു പിടിച്ചാൽ ഇത് ലോഡ് കൂടി. ഇത് ചേട്ടന് കൊണ്ടുപോകാൻ പറ്റുമോ? ചില സിനിമയിലത്തെ സീനുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റേ സിനിമയില്ലേ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ആ സിനിമയില് നമ്മുടെ ശ്രീനിവാസൻ മോഹൻലാലിന്റെ പിരി വെച്ചത് കേട്ടിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് KPSC അടുത്ത് വേറൊരു സീനുണ്ട്. ആ ജീപ്പ് നിർത്തണോട് കൂടി ഇറങ്ങി ഇങ്ങനെ പോണ്. ആ സീന് കുറേ വട്ടം എടുത്തു കാർത്തിക ചിരിച്ചിട്ട്. ഏതൊക്കെയോ സീനുകൾ ഉണ്ടായില്ല അങ്ങനെ ചിരി നിർത്താൻ പറ്റാണ്ടേ. അതിപ്പോ ഇവിടെ നമ്മൾ ഷോർട്ട് ഫിലിം എടുക്കുമ്പോ ഞാൻ എൻ്റെ നമ്മളെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി നിർത്തി വന്നിട്ട് അതിൽ വലിയ സംഭവമൊന്നുമില്ല. അത് നമ്മളെ നല്ല കഴിവുള്ളവർ ചെയ്യുമ്പോ അയ്യോ ആ വളവൊന്ന് അല്ല, ഇത് കമ്പുകളാണ് അധികമല്ലത്, ലോഡില്ല. ചില സാധനങ്ങൾ അങ്ങനെ തന്നെയാണ്, നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് ഉണ്ടാവും. അരിയിലെ വെള്ളം അല്ല വെള്ളമല്ല അല്ല അത് നിളക്കോളാം അരി. നിർത്തിക്കോ, മോട്ടർ നിർത്തിക്കോ. ഇതല്ല മുരിങ്ങല, അടിപൊളി മുരിങ്ങല കേട്ടോ, നല്ല വീതിയാ മുരിങ്ങലയ്ക്ക്. വട്ടം കൂടുതലാ. കുറച്ച് നാൾ കഴിഞ്ഞില്ല, ഉണങ്ങി കഴിഞ്ഞാലേ കത്തിക്കുക. ഇവിടെ കിടന്നിട്ട് പെട്ടെന്ന് ഉണങ്ങും. ഇവിടെ കിടക്കും. ഇതെവിടെ കൊണ്ടുവയ്ക്കുക? ഏതാ
ഈ സാധനങ്ങള് അവിടെ മഴ കൊള്ളാണ്ട് വെക്കണ്ടേ? ടെറസിന്റെ മുകളിലേക്ക് ആദ്യം ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കുടിലിൻ്റെ അവിടെ കൊണ്ട് ഇടാറ ചെയ്യാ, അവിടെ കത്തി ടെറസിന്റെ മുകളിൽ കൊണ്ടേക്കണല്ലേ. ജഗുവിനെ വിളിച്ച് ജീപ്പി അവൻ മുങ്ങി. അവര് വിചാരം ഇടാനാണല്ലോ പറഞ്ഞേ. അപ്പൊ അത് കഴിഞ്ഞു മുങ്ങി. ഇനി അടുത്ത പണി പറയുമ്പോ വരും. അവന് കാപ്പിയോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിക്കാൻ പോയി ആള്. അപ്പൊ ആ നാളികേരം അതിന്റെ ഒപ്പം എല്ലാ ഈ പതമ്പുകളും ഇതൊക്കെ ഞാൻ തന്നെ കൊണ്ടുവയ്ക്കാം എന്തായാലും വാരി. ഇതിൻ്റെ ഇത് വേഗമാക്കില്ല. ഈ മുരിങ്ങലയില്ലേ മുഴുവൻ കംപ്ലീറ്റ് ഇവിടെ വീഴും, കൊഴിഞ്ഞു വീഴില്ലോ മുരിങ്ങല. പുല്ലുമിലിക്കാണ് വീഴുന്നത്, പുല്ല് നാശമാവും. കാണുമ്പോൾ എന്നിട്ട് ഒരു ചെറിയൊരു മുരിങ്ങ, പക്ഷേ എന്തോരം വേസ്റ്റ് അതിൽ. ആളുകൾക്ക് മുരിങ്ങയൊക്കെ കാണുമ്പോൾ വിഷമം തോന്നും, ഇങ്ങനെയൊക്കെ മുറിച്ച് കളയുന്ന കാണുമ്പോൾ. എന്താ ഇതാണ് ഇവിടുത്തെ ഒരു ഉണങ്ങിയ ടൈപ്പ് കുരുമുളകിൻ്റെത്. ഞാൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണാറക്കണ്ണന്മാർ പുല്ല് വെട്ടാറായിട്ടാ. പുല്ല് വെട്ടാറില്ല. അണ്ണാറക്കണ്ണന്മാർ വർഷകാലം ആവുന്നതിന് മുമ്പ് എല്ലാം ശേഖരിച്ച് വയ്ക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അണ്ണാറക്കണ്ണൻ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. എന്നിട്ട് അണ്ണാറക്കണ്ണന് ഭയങ്കര ഈ സൂക്ഷിപ്പ്, അത് എന്താ പറയുക, ഈ വർഷകാലത്തിൽ സാധനങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്ന ഒരു സ്വഭാവത്തിന് എന്താ പറയുക നമ്മൾ, അത് പൊറുതി കാലത്ത് വറുതി കാലത്ത് അപ്പൊ അതെന്തെങ്കിലും കേട്ടെ. അപ്പൊ അണ്ണാറക്കണ്ണൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മോറൽ സയൻസിൽ 2ാം ക്ലാസ്സിൽ പഠിക്കേണ്ടായിരുന്നു കഥ. അപ്പൊ അതൊക്കെ ശേഖരിച്ച് വയ്ക്കും. ശേഖരിച്ച് വയ്ക്കുമ്പോൾ ഈ കാക്കകൾക്ക് ഈ വക സ്വഭാവം, കാക്കകൾക്ക് കിട്ടുന്നത് കയ്യോടെ എടുത്ത് തിന്നണ സ്വഭാവമാണ്. അതന്നെയായിരുന്നു കഥ. അതന്നെയല്ലേ കഥ. കാക്കകൾക്ക് ഇങ്ങനത്തെ ഈ നല്ല സ്വഭാവങ്ങളൊന്നും ഇല്ല. അപ്പൊ അണ്ണാറക്കണ്ണൻ നല്ല സ്വഭാവം അല്ല, നല്ല ഇങ്ങനത്തെ നല്ല സ്വഭാവമില്ലാണ്. അപ്പോൾ കനത്ത മഴക്കാലത്ത് അണ്ണാറക്കണ്ണൻ ഇരുന്നിട്ട് ആള് ശേഖരിച്ച അണ്ടിയും ഇതൊക്കെ ഇരുന്ന് സുഖമായി ഇരുന്നിട്ട് തിന്നണ്. കാക്കിക്കാണെങ്കിൽ ഒന്നും തിന്നാല്ലേ. അപ്പോൾ കാക്ക അണ്ണാറക്കണ്ണനോട് ചോദിക്കാണ്, അണ്ണാറക്കണ്ണ എന്തെങ്കിലും തിന്നാൻ തരുമെന്ന് ചോദിക്കണേ. അപ്പോൾ അണ്ണാറക്കണ്ണൻ പാടുന്ന പാട്ടാണ്. അണ്ണാറക്കണ്ണനോട് ചോദിക്കുന്നത് എങ്ങനെയാണ്, അണ്ണാറക്കണ്ണ 90 മൂപ്പ പാതി അണ്ടി കടം തരുമോ? അപ്പോൾ അണ്ണാറക്കണ്ണൻ പറഞ്ഞു, കാക്ക ചുണ്ടി കരിഞ്ചുണ്ടി കള്ള കർക്കട മാസം വരുന്നത് അറിഞ്ഞില്ലടി കാക്ക ചുണ്ടി കരിഞ്ചുണ്ടിന്ന്. അതായത് മനുഷ്യന്മാർക്കുള്ളൊരു പാടാണത്. എനിക്ക് പഠിക്കാണ്ടായിരുന്നു അങ്ങനെയല്ല. അണ്ണാറക്കണ്ണൻ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എടുത്തു വെക്കാൻ വേണ്ടി ശേഖരിക്കണത് കാണുമ്പോൾ കാക്ക വന്ന് കളിയാക്കും. അയ്യേ നീ ഇതെന്തുട്ടി കാണിക്കണേ ചോദിച്ചിട്ട്. അപ്പൊ പറയും, ഇത് ഇങ്ങനെ എല്ലായ്പ്പോഴും കിട്ടില്ല, കിട്ടാത്ത സമയം വരും, മഴക്കാലം വരുമ്പോൾ നമുക്കിതൊന്നും കിട്ടില്ല, ആ സമയത്തേക്ക് വേണ്ടി ശേഖരിച്ച് വെക്കാന്ന് പറഞ്ഞപ്പോൾ കളിയാക്കി, കുറെ പരിഹസിച്ചു. നമുക്ക് അപ്പോഴും തിന്നാൻ വേറെ സാധനങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടാവും, ഇത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കളിയാക്കും. അത് കഴിഞ്ഞിട്ട് മഴക്കാലം വരും. അപ്പോൾ അണ്ണാറക്കണ്ണൻ സുഖമായിട്ട് മഴയും കണ്ട്. അപ്പോൾ അതിലൊരു പടം ഉണ്ടായിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാട്ടാ. അപ്പം എനിക്ക് 6 വയസ്സ്. ആ ബുക്കിലുണ്ടായിരുന്ന പടം, അതായത് മറ്റേ മരത്തിന്റെ പൊത്തിന്റെ ഉള്ളിൽ വീട്. അപ്പൊ ആ വീടിന് കുഞ്ഞ് ജനല്, ആ ജനലിന്റെ അവിടെ വന്നിട്ട് മുട്ട് കേൾക്കുമ്പോ തുറക്കുമ്പോ കാക്കയാണ്. വിശന്നിട്ട് പാടില്ല, മറ്റേ കിലുക്കത്തില് 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അത് തന്നെ അങ്ങനെ പറയില്ല, ഇന്നസെന്റ് ഒന്നും പറയില്ലേ കിലുക്കത്തില്. അതുപോലെ കാക്ക വന്നിട്ട് പട്ടിണിയാണ്, മുഴുപട്ടിണി, എന്തെങ്കിലും തിന്നാൻ തരാന്ന് പറയുമ്പോ അണ്ണാറക്കണ്ണൻ ഇതുപോലെ പാട്ടൊന്നും പാടില്ല. ആ കഥയിലത്തെ അണ്ണാറക്കണ്ണൻ നല്ലതായിരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ, നമ്മള് ക്ഷാമ സമയത്തേക്ക് വേണ്ടിയിട്ട് കുറെ ഉള്ളപ്പോൾ നമ്മൾ എടുത്തു വെക്കണം എന്നുള്ള ഗുണപാഠമൊക്കെ പറഞ്ഞു. 1988 പാഠപുസ്തകത്തിലുണ്ടായിരുന്നതാണ് അല്ലേ? 88, 87 ഒക്കെ ആയിരിക്കും. സയൻസിലാ, മോറൽ സയൻസ് പറഞ്ഞിട്ട് നമുക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവ വർഷകാലത്ത് ഓലയില്ലേ, ഓലക്കുടി, നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ ഓലക്കുടി മസ്റ്റാണ്. അപ്പോൾ ഈ ഓലക്കുടി ഇപ്പം മിഞ്ഞാന്ന് മറ്റേ കരപ്പയ്യണൻ്റെ മരുമോൻ മുത്തുകുമാർ വന്ന് ഇതിട്ടപ്പോൾ കുറേ പട്ടകളൊക്കെ ഒടിഞ്ഞൊക്കെ ഇട്ടു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കി കെട്ടാക്കിയിട്ട് നമ്മൾ എടുത്തു വയ്ക്കും. ഇപ്പോൾ വർഷകാലം ആകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ മഴക്കാലം തുടങ്ങാറായി. ശരിക്കും പറഞ്ഞാൽ നേരം വൈകി, നമുക്ക് അധികം ഓലകൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇനി ഇത് വെട്ടി വെക്കട്ടെ. അതായത് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലല്ലോ. കർക്കിടക മാസത്തിൽ കിട്ടില്ല. അപ്പൊ ഞാൻ ഇതെടുത്തോണ്ട് ഹരിപാട് ചേട്ടനെ കുറിച്ചിട്ടല്ല ചേട്ടൻ പറയണ ഒരു പഴഞ്ചൊല്ലുണ്ട് എപ്പോഴും. എന്നിട്ടാ? പക്ഷെ അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാധനം. തൂറാൻ മുട്ടുമ്പോ കക്കൂസ് തന്നെ ഇരിക്കുന്ന.
അതെല്ലാ മലയാളികളുടെയും എല്ലാ ലോകത്തെ എല്ലാ മനുഷ്യരുടെ ഇതിലുണ്ട്. ചേട്ടന് ഒരു സാധനം പിന്നീട് ഉള്ള സമയത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യില്ല, ആ കറക്റ്റ് അത് ആവശ്യം വരുമ്പോഴാണ് അത് അന്വേഷിച്ച് പോവുള്ളൂ. എല്ലാ മനുഷ്യരും ഞാൻ പൊതുവൽക്കരിക്കപ്പെടണമെന്നില്ല, ആളുകളുടെ മനസ്സിലുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓല വെട്ടിയിട്ട് കെട്ടുകളാകട്ടെ കേട്ടോ. ഓല അത്യാവശ്യമുണ്ട് നമുക്ക്. ഇപ്പോൾ ഗ്യാസിന് ഇതായ കാരണേ കിട്ടാൻ ബുദ്ധിമുട്ടായ കംപ്ലീറ്റ് നമ്മൾ ഒരുവിധമൊക്കെ കൂട്ടാനായിട്ട് ചില കൂട്ടാനുകൾ ഒഴിച്ച്. അല്ല ബുക്ക് ചെയ്യാൻ പറ്റിയാ? ആ ബുക്ക് ചെയ്തിട്ടുണ്ട്. വാ സരിത എനിക്ക് കരിക്ക് പറ്റി തരണ വയർപ്പിന്. അല്ല വയർപ്പിനല്ല, ഈ തായോ ഇപ്പൊ ചോദിക്കാണ്ട് ചോദിക്കാനുള്ള വേണോ തന്നിട്ടുണ്ട്. ഞാൻ കോഴികളൊരു തുണ്ട് തരാൻ അയച്ചിട്ടുണ്ട് കേട്ടാ. അതെന്തെങ്കിലും എന്തെങ്കിലും വേണം ചെയ്യും ചേട്ടാ. കോഴിക്കൂട് ക്ലീൻ ചെയ്യാറായി. ആ അത് ചെയ്യാം. മറ്റേത് കിട്ടണമല്ലോ. വാടി വാ. ഒക്കെ പേടിച്ച് വെറുങ്ങലിച്ച് നിൽക്കണ്ടല്ലോ. എൻ്റെ കയ്യിലത്തെ ഈ സാധനം കണ്ടിട്ടാന്നുകൊണ്ട്. ആ കോല് തല്ലാനാണോ വെയിലിൻ്റെ ചൂട് മഴക്കാലം വന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതെ, ആ ചാറിലെങ്ങാനും വല്ല കോഴിനെ ഓടിച്ചാ? ആ അവിടെ പപ്പ് എടുക്കണ്ടല്ലേ? കുറെ പപ്പ് എടുക്കണ്ടേ. എന്നേ ക്ഷീണം മാത്രം. എന്തൊരു ടേസ്റ്റാ. അതിൻ്റെ ഉള്ളിലത്തെ സാധനം വേണം. അതിൻ്റെ ഉള്ളിലത്തെ സാധനത്തിൽ മൂത്തതാണ്. സാരില്ല, അത് മൂത്തതായ കാരണം കൊണ്ടാ വെള്ളത്തിന് ഇത്ര ടേസ്റ്റ്. കോഴി വേണ്ട എന്തുട്ടാ പോന്തന്മാരയ്യേ ആ വണ്ണം വെച്ചിട്ട് തുടങ്ങി. ചാർലി കരയണ് ചേട്ടാ കോഴികളെ കണ്ടിട്ട്. ആ ചാർലിക്കേ കടിച്ചു പോയി പറിക്കാനായിട്ട് പറ്റിയ സാധനങ്ങളാണല്ലോ വീട്ടില്. അവറ്റകൾ അവിടെ തന്നെ നിൽക്കണല്ലോ, കോഴികൾ ഇങ്ങോട്ട് നീങ്ങളില്ലല്ലോ. അതാ ഞാൻ നായ്ക്കളുടെ മണം അവറ്റകൾ കിട്ടിയിട്ട് നായ്ക്കൾ അവിടെ ഇല്ല നിൽക്കുന്നത്. നമ്മുടെ ഈ സാധനം ഓലയൊക്കെ വെട്ടി കഴിഞ്ഞുട്ടാ. ഇനി നമ്മൾ ഓരോ കെട്ടുകളായിട്ട് അങ്ങനത്തെ കെട്ടുകളായിട്ട് എടുത്ത് വയ്ക്കും. ചെറുപ്പകാലത്ത് കണ്ടമാനം കെട്ടുകൾ നമ്മുടെ വീട്ടിലുണ്ടാവും ഇങ്ങനെ കേട്ടാ. എല്ലാ വീട്ടിലുണ്ടാവും ഓല കൂടി അല്ലേ. ഇങ്ങനത്തെ കെട്ടുകളാക്കിയിട്ട് ഇത് മഴ കൊള്ളാത്തോടത്ത് എടുത്ത് വയ്ക്കും. ചെറുതായി ഇത് മൂന്നും ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കണം. ഹരിത ജ്യൂസ് നമ്മുടെ ഓലക്കൂടിയൊക്കെ വെട്ടൽ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക. സരിത നമ്മുടെ പ്രാതൽ ജ്യൂസ് കൊണ്ടുവരികയാണ്. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. സരിതയുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുട്ടെന്ന് അറിയും? നമ്മളിപ്പം രാത്രി ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഇപ്പോൾ തലേദിവസം ഒരു 7:30 8 മണി 9 മണി സമയത്ത് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോങ് ഫാസ്റ്റിംഗ് ആണ്, ഇത്രയും മണിക്കൂറുകൾ, ഒരു 8 9 10 മണിക്കൂർ. ആ ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്ന സാധനം അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതല്ല ഇത് ചേട്ടൻ്റെ. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പിന്നെ എന്തിട്ട് വേണമെങ്കിൽ കഴിച്ചോ. ഇതല്ലേ ബ്രേക്ക്ഫാസ്റ്റ്. അതിനാണല്ലേ ഉഗ്രൻ ജ്യൂസാണ് കേട്ടോ. ജഗ്വി സെയിം സാധനമല്ല ചേട്ടൻ്റെ അവിടെ പോയി കുടിക്കും. അത് കാരണം അവനിപ്പനെ കുടിച്ചു വന്നു. കുടിച്ച് പേപ്പർ എടുത്തിട്ട് വരും. നീര് വെച്ച കൂടി തോന്നുന്നുണ്ട്. എൻ്റെ വയർപ്പ് തന്നിട്ടാവും. ഈ വയ്യാത്ത എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട്. നിന്നോട് പണിയെടുക്കണമെന്നല്ലോ പറഞ്ഞോ. 2-3 ദിവസമായി തുടങ്ങിയിട്ട് ജലദോഷം. ഇന്നലെയൊക്കെ ഭയങ്കര തലവേദനയായിരുന്നു. ലാസ്റ്റ് പിന്നെ ഗുളിക കഴിച്ച് പിന്നെ മാറിയ. അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടില്ല. ഇനി പണികൾ തുറന്നുകൊണ്ടായിരിക്കും. കുറേ പണികളുണ്ട്. അതൊക്കെ എടുത്ത് മുകളിലേക്ക് കൊണ്ടു വയ്ക്കണം. എന്തിട്ട് കഴിഞ്ഞില്ലോ. ഇപ്പോൾ കെട്ടി വെച്ചു. ഇനി ഓലക്കൂടിയൊക്കെ അത് മുകളിൽ എടുത്ത് വയ്ക്കണ്ടേ, മഴ കൊള്ളാണ്ട്. ഒക്കെ എടുത്ത് വയ്ക്കണം. ആ കോഴികളെ വേഗം കൂട്ടിലാക്കാം. അപ്പോൾ നമുക്ക് നിർത്താട്ടാ. അടിപൊളി സാധനം.